പ്രകൃതി മനോഹരതയിൽ കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ മുട്ടം ടൂറിസം മേഖലകൾക്ക് അനന്ത സാധ്യതകൾ. തൊടുപുഴ ഇടുക്കി റോഡ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇടുക്കിയിലേക്കും വാഗമണിലേക്കുമുള്ള പ്രധാന സംസ്ഥാന പാതയുടെ അരികിൽ തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്ററിനുള്ളിൽ കിടക്കുന്ന മുട്ടം ഗ്രാമപഞ്ചായത്തിൽ പ്രധാന ജില്ലാ ഹോമിയോ ആശുപത്രി, കോളേജുകൾ, കോടതി ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, വിവിധ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തേക്ക് കടന്നു പോകാനുള്ള ഏക പാലമാണിത്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതും ഹെവി വാഹനങ്ങൾ കടന്നുപോയാൽ നിലംപരിശാകാവുന്ന രീതിയിലുമാണ് ഈ പാലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ, ജഡ്ജിമാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽനടയാത്രയും. ഒരു വാഹനം വന്നാൽ മാറി നിൽക്കാൻ വരെ സ്ഥലമില്ലാത്ത ഈ പാലം ഈ ജില്ലയ്ക്ക് തന്നെ അപമാനമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജിലൻസ് ആന്റി കളക്ഷൻ ബ്യൂറോ ഇങ്ങനെ തുടങ്ങിയ സർക്കാരിന്റെ പ്രമുഖ സ്ഥാപനങ്ങൾ, ജില്ലാ ജയിൽ വരെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പ്രസ്ഥാനങ്ങളുടെ നിലവാരം വെച്ച് നോക്കിയാൽ ദേശീയപാതയ്ക്ക് തുല്യമായ റോഡാണ് ഇവിടെ ആവശ്യം. എന്നാൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥലം റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ വരെ മനസ്സാക്ഷിയില്ലാത്ത ഭരണകർത്താക്കളാണ്. ഈ ഭരണശിലാ കേന്ദ്രങ്ങളിൽ നാടിനും ജനങ്ങൾക്കും ഒരു പ്രയോജനവുമില്ലാതെ അവനവന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം തഴച്ചു വളരാൻ ചില യൂണിയനുകളുമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ വരെ സമയമില്ല എന്ന് പറയാം. ഒരു സർക്കാരിന്റെ നിശ്ചയദാർഢ്യങ്ങൾ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവമാണ് മുട്ടം കോടതി വളപ്പിലേക്കുള്ള ഈ വഴിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് മുട്ടത്തു നിന്നും കെ വിജയൻ.